അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാസം മുന്നേ നമ്മളൊരു കാറിന്റെ ഒരു ടെസ്റ്റ് വീഡിയോ ടെസ്റ്റിന് കൊടുക്കാൻ പോകുന്ന ബാക്കി പേപ്പർ വർക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സർവീസിങ്ങിന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഏകദേശം ഒരു മാസത്തോളമായി സമയം. കാരണം നമുക്ക് അന്നേരം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വെച്ചിരുന്നതായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ടെസ്റ്റിന്റെ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് ആ ടൈമിൽ അങ്ങനെ പോയി. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ ഇത്ര താമസിച്ച കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇപ്പം RC എല്ലാവർക്കും ഡിജിറ്റലാണ് ഇപ്പം ഇനി കിട്ടും. നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ആ ഒരു പ്രിന്റഡ് RC ഉള്ളായിരുന്നു. പിന്നെ ഇപ്പം ഡിജിറ്റലാണ്. അപ്പൊ നമുക്ക് ഈ RC കൂടെ കൈ കിട്ടിയിട്ടാട്ട് ഒരു ലോങ് വീഡിയോ നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ RC കിട്ടാൻ നല്ല താമസമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും വൈകിയത്. ഏകദേശം ഒരു മാസമായി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്കാണെങ്കിൽ അറിയാം ഒരു മാസമായി. പിന്നെ ആ ഒരു വീഡിയോയിൽ ഒരുപാടധികം കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു വണ്ടി റീടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തൊക്കെ കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ പെയിന്റിങ്ങിന്റെ ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അത് മൊത്തത്തിൽ ഇന്ന് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. അപ്പൊ അതെ, നമ്മുടെ വണ്ടിയൊക്കെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് ദിവസമായി. പക്ഷെ എന്നാലും നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുപോയവർക്ക് എന്തൊക്കെ അനുഭവങ്ങൾ അതിലൂടെ നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. പിന്നെ നമ്മുടെ ആ ഒരു കമന്റിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആ കമന്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ആൾക്കാർ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഫുൾ ഇന്നത്തെ മൊത്തം ഡീറ്റെയിൽ ആക്കി നമ്മൾ പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിന് എത്ര ആയി പെയിന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പെയിന്റ് ചെയ്താൽ എത്ര രൂപ ആയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പൊ പെയിന്റ് ചെയ്യുന്ന കാര്യം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു വണ്ടിയുടെ കണ്ടീഷനും പിന്നെ ആ പെയിന്റിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് അനുസരിച്ചാണ് നമുക്ക് പെയിന്റിങ് ഫുള്ള് വേണോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടടുത്ത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ഇത് അത്യാവശ്യം നല്ലപോലെ പെയിന്റ് അടിക്കണമായിരുന്നു. കാരണം അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് പൊള്ളലും പൊള്ളിക്കുടുന്നിരിക്കുവായിരുന്നു. അതാണ് പൊള്ളിക്കുടുന്നിരിക്കുവായിരുന്നു. പിന്നെ അത്യാവശ്യം സ്ക്രാച്ചും ചെറിയ പൊട്ടലും ഉണ്ടായിരുന്നു. ബാക്കിലൊക്കെ ഇച്ചിരി പൊട്ടലുണ്ടായിരുന്നു. ബാക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് കാണിച്ചു തരാം. അവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ എന്തോരം പൊട്ടൽ കാണിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു വീഡിയോ എത്ര നാളായിരുന്നു പെയിന്റ് ഇത് കൊടുക്കുന്നത്? റീടെസ്റ്റിന്റെ ആ ഒരു ടൈം ഒക്കെ റീടെസ്റ്റിന് കൊടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെറിയൊരു പാളിച്ച പറ്റിയ നമ്മൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീടെസ്റ്റിന് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഡേറ്റ് കഴിഞ്ഞാണോ കൊടുക്കേണ്ടത് ആ ഒരു ടൈമിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡേറ്റ് കഴിഞ്ഞായിരുന്നു ഇത് വെച്ചത്. ഡേറ്റ് കഴിഞ്ഞ് വെച്ചപ്പം അറിയാമല്ലോ, ഇപ്പം നമുക്കെല്ലാം മനസ്സിലായി. നേരത്തെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കോമ്പൗണ്ടിങ് ഫീ വന്നപ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലായിട്ട് അതിന് ഏകദേശം ഇത് വണ്ടിയുടെ കാലാവധി കഴിയുന്നതിന് ഏകദേശം 60 ദിവസം മുന്നേ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കോമ്പൗണ്ട് ഫീ 3000 രൂപയാണ് കാറിന്. ബൈക്കിന് എത്ര കൺഫേം എനിക്കറിയത്തില്ല. എന്തായാലും കാറിന് എത്രയാൻ വരത്തില്ലെന്ന് തോന്നുന്നു. കാറിന് എത്ര ആവത്തില്ല. എന്തായാലും നമ്മൾ ഇതിലെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടൊക്കെ അത്യാവശ്യം നല്ല സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചളുക്കുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ. അത്യാവശ്യം നമ്മളത് പെയിന്റ് ചെയ്ത് നല്ലപോലെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പെയിന്റിങ് കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്കൊരു 30K എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഫുൾ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നാലും പെയിന്റിങ്ങിന് നമുക്ക് അത്രയാണ് ചിലവാക്കിയത്. ഇനി പിന്നെ ബാക്കി കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ പേപ്പർ വർക്ക്, പിന്നെ ഏജന്റിന്റെ അവിടെ നമുക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാള്, ബ്രോ നിങ്ങൾ കാണിക്കുവാണെങ്കിൽ ഏജന്റിനെ വെച്ച് കാണിക്കുക, നിങ്ങൾ കൊണ്ടുപോകണ്ട, ഏജന്റിനെ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റുള്ള കാര്യം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞു. സത്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏജന്റിനെ വെച്ചായിരുന്നു ആദ്യം വെച്ച ആള്. പക്ഷെ നമ്മളെ ചെറുതായിട്ട് പറ്റിച്ചെന്ന് പറയാൻ പറ്റില്ല, പറ്റിക്കാൻ നോക്കി. നമ്മളത് വീണില്ല. പറ്റിക്കാൻ നോക്കിയിട്ട് നമ്മളത് വീണില്ല. നമ്മളെന്തോ ചെയ്തു, നമ്മള് വേറെ ആളെ ഏർപ്പാടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാം അവസാനം എന്ന് വെച്ചാൽ ഇത് ടെസ്റ്റിന് കൊണ്ടുപോകുന്ന ദിവസം ആയപ്പോഴത്തേക്കും കാല് മാറി. മറ്റേ ആള് നമ്മൾ പേരൊന്നും പറയുന്നില്ല, കാല് മാറി. എന്തായാലും പിന്നെ നമ്മൾ വേറൊരു ആളെ കണ്ടുപിടിച്ച് ആ പുള്ളി നല്ല അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നല്ല അത്യാവശ്യമായിട്ട് കൊണ്ടുപോയി കാണിച്ച് നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് തന്നു. എന്തായാലും ആ ഏജന്റിന് കൊടുത്തതിന് നമുക്ക് അതിനിപ്പോ എത്ര ആയെന്നും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വഴിയെ പറയാം. അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ഏജന്റ് അങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ആദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയൊരു ഏജന്റിനെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ പുള്ളിയെ ഏൽപ്പിച്ച് പുള്ളി പറഞ്ഞ് ഇത്ര രൂപ ഏകദേശം 1500 രൂപയോളം ആയുള്ളൂ പുള്ളിക്ക് ഇത് കാണിക്കാൻ നമ്മൾ കൊണ്ടുപോയി എല്ലാം കാണാം. കാരണം അവർ കൊണ്ടുപോയാലേ നമുക്ക് പെട്ടെന്ന് വണ്ടി പാസ്സായി കിട്ടും. മറ്റേത് ചോദിച്ചില്ല. മറ്റേത് അധികം ചോദിക്കാൻ വേണ്ടിയാണ് കുറെ ഇട്ട് നമ്മളെ ലാഗ് അടിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതൊരു പണിയാന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നൈസായിട്ട് അങ്ങ് ഒഴിയുമായിരുന്നു. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് വേറെ ആളെ ഉടനെ തന്നെ തപ്പാൻ നമ്മൾ പോയി തപ്പി നമുക്ക് കിട്ടി, ആളെ വേറെ കിട്ടി. എന്തായാലും
ആ ആള് നമുക്ക് നൈസായിട്ട് ആ ആള് പറഞ്ഞ് ഇത്രയും പേപ്പറും ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു. എല്ലാം ക്ലിയർ ആണെന്ന് കണ്ടപ്പോൾ പുള്ളി ഇന്ന ദിവസം കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയി എല്ലാം കൊണ്ട് കാണിച്ച്. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെല്ലാം ക്ലിയർ ആണ്, എല്ലാം ഭാഗവും ക്ലിയർ ആണ്. പിന്നെ നമ്മുടെ ബോണറ്റ് പൊക്കി ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, ബോണറ്റ് പൊക്കി ചെക്കിംഗ് വെച്ചാൽ ബാറ്ററി കമ്പാർട്ട്മെന്റിൽ ചെറിയൊരു റെസ്റ്റ് അത് ഇത്രയും ഇതാക്കത്തില്ല, കാര്യമാക്കത്തില്ല. എന്തായാലും അത് കണ്ടപ്പോൾ ഒരു ചൂണ്ടി കാണിച്ചു. എന്തായാലും ആ റെസ്റ്റ് ഒക്കെ കാണിക്കാം. എന്തായാലും നമ്മുടെ എഞ്ചിൻ റൂം ഒക്കെ നമ്മൾ തന്നെയാണ് ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്യുകയും ബാക്കി കൊണ്ടുവന്നു കഴിഞ്ഞുള്ള ബാക്കി ഒന്ന് നമ്മൾ ഒരു ടെസ്റ്റിന് കൊണ്ടുപോകുന്നിടം വരെ നമ്മൾ വണ്ടി സൂക്ഷിക്കണം. ഒരു സ്ക്രാച്ചോ ഒന്നും പാടില്ല, ഒന്നും തന്നെ കാണില്ല. പിന്നെ നമ്മുടെ സൈലൻസറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണിച്ച് നമ്മൾ റെഡിയാക്കുന്നു. നമ്മൾ കാണിച്ചന്ന് തന്നെ ശരിയാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ RC നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും RC കിട്ടാനാണ് ശരിക്കും നമുക്ക് പെട്ടെന്ന് വരുമെന്ന് നമുക്ക് ഒരാഴ്ച അല്ല 2 ആഴ്ചയൊക്കെ നമ്മൾ വരുമെന്ന് വിചാരിച്ചു ഇങ്ങനെ കാത്തിരുന്ന് കുറെ ദിവസം കഴിഞ്ഞാൽ ശരിക്കും നമ്മളെപ്പോഴും നോക്കും മെസ്സേജ് വന്നു നിങ്ങൾ നോക്കും. പക്ഷെ സംഭവത്തിന്റെ മെസ്സേജ് കാണാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അവസാനം നമുക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനെ മിനങ്ങാന്ന് നമുക്ക് RC കിട്ടിയത്. അത് RC കിട്ടാൻ നല്ല ടൈം എടുക്കും. പിന്നെ നമ്മൾ എന്തായാലും മൊബൈലിൽ സൂക്ഷിക്കാം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം. അല്ലാതെ മറ്റേ നമ്മുടെ കാർഡായിട്ട് ഞാൻ കാർഡായിട്ട് എടുത്തു. കാർഡായിട്ട് അത് ലാമിനേറ്റ് ചെയ്തെടുക്കുന്നത് നല്ല. അത്യാവശ്യം എപ്പോഴും കാണിക്കണമെങ്കിൽ എപ്പോഴും മൊബൈൽ കുത്തിയിട്ട് പറ്റുന്നത്. നമ്മളതുകൊണ്ട് കാർഡാക്കി എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏകദേശം മൊത്തത്തിൽ ഈ ഒരു വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പം പേപ്പർ വർക്കും ബാക്കി മറ്റു മെക്കാനിക്കൽ പരമായിട്ടും അല്ല പെയിന്റിങ്ങും എല്ലാം കൂടെ ഏകദേശം ഒരു 30,000-അടുത്തെങ്ങാണ്ട് നമുക്ക് മൊത്തം ഇത് വന്നിട്ടുണ്ട് ഏകദേശം. കാരണം നമുക്ക് സർവീസിങ് വലുതായിട്ടില്ലേലും അത്യാവശ്യം സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കാരണം അതൊക്കെ അത്യാവശ്യം മാറേണ്ടതായിരുന്നു. പിന്നെ സൈലൻസറിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, സൈലൻസറൊക്കെ മാറി. പിന്നെ ബാക്കി പെയിന്റിങ് പിന്നെ പേപ്പർ വർക്ക് അങ്ങനെയൊക്കെ പോയ പൈസകളാണ് പിന്നുള്ളത്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് എഞ്ചിൻ റൂം ഞാൻ ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ റൂം നമ്മൾ തന്നെയാണ് മൊത്തം ക്ലീൻ ആക്കിയതും. നമുക്ക് പുറത്തേക്ക് അറിയത്തില്ല, ജസ്റ്റ് തുറന്നു നോക്കുമ്പോൾ നല്ല ക്ലീൻ വെടിപ്പായിട്ട് ഇരിക്കുന്ന കാണാം എല്ലാവരെയും വണ്ടി. അപ്പൊ നമ്മൾ അതേപോലെ അങ്ങ് ചെയ്താണ്. എന്തായാലും നമുക്ക് നേരെ എഞ്ചിൻ റൂം ഒന്ന് നോക്കാം. അതെ, നമ്മുടെ എഞ്ചിൻ റൂമിൽ നമ്മൾ ആ പറഞ്ഞ ആ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ ആയിരുന്നു. നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ ആ ഒരു കമ്പാർട്ട്മെന്റിൽ ചെറിയ റെസ്റ്റ് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് കണ്ടത്. പിന്നെ ബാക്കിയെല്ലാം എന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ക്ലിയർ ആണ്. ഞാനത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എല്ലാം തുടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണുമ്പം നമുക്ക് അത്രയ്ക്ക് പ്രശ്നമുള്ളതായിട്ട് തോന്നത്തില്ല, കാരണം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുമ്പം. എന്തായാലും നമുക്ക് ഈ ഒരു ബോണറ്റ് ഒക്കെ ഇതെല്ലാം ചെക്ക് ചെയ്ത് ഹെഡ്ലൈറ്റ് പിന്നെ ടെയിൽ ലൈറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവർ ഓഫീസർമാർ തന്നെ ചെക്ക് ചെയ്യുമായിരുന്നു. ഞാൻ അന്നേരം കണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഏജന്റിനോട് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം കണ്ടാണ് ഇതുപോലെ ഹെഡ്ലൈറ്റും ഒക്കെ എല്ലാം ചെക്ക് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ടൊക്കെ ചെയ്യിപ്പിച്ച് ഫോണൊക്കെ അടുപ്പിച്ച് ഫുള്ള് കണ്ടീഷനാണോ ജസ്റ്റ് നോക്കും. അപ്പോൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ അവരടുത്ത വണ്ടിയിലോട്ട് പോകും. പെട്ടെന്ന് തന്നെ ഈ പ്രോസസ്സ്. പിന്നെ പെട്ടെന്ന് അവർക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്തായാലും മാറ്റിയിട്ടേ കൊണ്ടുപോകും. ഇതായിരുന്നു നമ്മള് പക്ഷെ പ്രശ്നമായിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് പുള്ളി അടുത്ത് വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ടെസ്റ്റ് ഇത് മാറണം, കുറച്ച് കഴിയുമ്പോൾ ഇത് മാറേണ്ടി വരും, കാരണം ഇത് പോകുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത രീതി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി ഒന്ന് സെറ്റാക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കാം. ഓക്കെ, അയ്യോ നമുക്ക് എന്തായാലും സ്റ്റാർട്ടാക്കി ഓക്കെ സ്റ്റാർട്ടാക്കിയോ? ഓക്കെ സെറ്റ്. ഇപ്പൊ നമ്മുടെ ആ സൗണ്ടും കാര്യങ്ങളും എന്തല്ല നേരത്തെ ഇത് സ്റ്റാർട്ടാകുമ്പോൾ നല്ല സൗണ്ടായിരുന്നു. സൈലൻസർ പോയി കിടക്കുമായിരുന്നു. എന്തായാലും ഇത് സെറ്റ് കേട്ടോ. എന്തായാലും ഇപ്പൊ സെറ്റ്, ഇപ്പൊ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, വണ്ടി വേണ്ടാത്ത സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മുടെ വണ്ടി എന്തായാലും സെറ്റായി കിട്ടിയിട്ടുണ്ടല്ലേ? വണ്ടി എന്തായാലും സെറ്റായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആ ഒരു വീഡിയോയിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ എത്ര ഇങ്ങനെ പെയിന്റിങ്ങും ബാക്കി വർക്കും എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു രണ്ടാമത് വീഡിയോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചെയ്യാൻ ഇത്ര താമസമായിരുന്നു. RC കിട്ടാൻ വേണ്ടി അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ എന്തായാലും നമ്മുടെ RC കിട്ടാനും അങ്ങനെയൊക്കെ കിട്ടിയിട്ട് നാട്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തായാലും ഇത്രയാണ് നമുക്ക് ശരിക്കും അയക്കുന്നത്. പലർക്കും പല ഇതായിരിക്കും. നമ്മുടെ പിന്നെ ഇത് കിട്ടാനാണ് വലിയ ഇപ്പൊ അറിയാലോ, മറ്റേ വലുതായിരുന്നു. ഇപ്പൊ ഡിജിറ്റൽ ആക്കിയപ്പോൾ ഈ ഒരു സൈസാണ് നമ്മൾ ശരിക്കും ആധാർ കാർഡിന്റെ ലൈസൻസിന്റെ ഒക്കെ ലൈസൻസ് ഒരു കാറിന്റെ RC ഇതിനു വേണ്ടി 1 മാസം നടന്നില്ലേ? അതാ ഇതിനു വേണ്ടി ഈ ഒരു സാധനം കിട്ടാൻ, റീടെസ്റ്റ് ആയി കൈ കിട്ടാൻ ഒരു അത്രയും നാളത്തെ ഒരു ഇതായിരുന്നു, പോരാട്ടമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഏജന്റുമാര് ഫസ്റ്റ് വരുന്നവരെ ശ്രദ്ധിക്കുക. ഇതേപോലെ ഏജന്റുമാരൊക്കെ ചിലവര്
കളിപ്പിക്കുന്നവരും കാണും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഒരു പാഠമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കിട്ടിയ ആളും അടിപൊളിയാണ്, പിന്നെ കിട്ടിയത് പിന്നെ എല്ലാം സെറ്റായി, നമ്മുടെ പല കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പിന്നെ കിട്ടിയ ആളെല്ലാം നല്ല പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന കാര്യങ്ങൾ സംസാരിച്ച് ചെയ്തെല്ലാം കറക്റ്റ് ആക്കി തന്നു, എല്ലാം അടിപൊളിയാക്കി തന്നു. പെട്ടെന്ന് ഞങ്ങളുടെ അവിടെ ഇവന്റെ ആ ഒരു വീടിന്റെ അവിടെ വെച്ചായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു. എന്തായാലും നമ്മുടെ ആ ഒരു വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ, കാരണം നമ്മൾ ഇത് പറയാനൊക്കെ വെച്ചിരുന്നതായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടല്ലേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഇതുമായിട്ട് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ അറിയാത്തതാണെങ്കിൽ നമുക്കൊന്നും അറിയാൻ പാടില്ല. അറിയാത്തതാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ പറ്റുമായിരിക്കും. എന്തായാലും ജസ്റ്റ് വീഡിയോ സാധനം കൈ കിട്ടി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.